എല്ലാവർക്കും എന്റെ വിനീതമായ കൂട്ടുകൾ. ഞാൻ ജലജ ടീച്ചർ. നമസ്കാരം, എന്റെ പേര് സുമതി ടീച്ചർ. ഞാൻ വിമല ടീച്ചർ. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തുടങ്ങിയ സ്ത്രീകളുടെ മാത്രം ഖാദികൾ. നമസ്കാരം, ഞാൻ ജലജ ടീച്ചർ. എന്റെ പേര് സുമതി ടീച്ചർ. ഞാൻ വിമല ടീച്ചർ. നമസ്കാരം നമസ്കാരം. ഞങ്ങള് നിങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞ് അങ്ങ് റോക്ക്ലാൻഡിൽ നിന്ന് വരുവാ. സന്തോഷം. ടീച്ചർമാരല്ലേ? നിങ്ങളൊക്കെ ഏത് സ്കൂളിലാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അയ്യോ, ഞങ്ങൾ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സ്കൂളിലേ പോയിട്ടില്ല. ഈ രാജപ്പൻ മാഷ്, സാംബശിവൻ സാർ എന്നൊക്കെ പറയുന്ന പോലെ ടീച്ചർ എന്നുള്ളത് ഞങ്ങൾ കയ്യിൽ തന്നെ അങ്ങ് ഇട്ടതാ. അതെ, പേരിനൊക്കെ ഒരു ഗുമ്മ വേണ്ടേ? പിന്നെ അറിവില്ലാത്തവർക്ക് അറിവില്ലായ്മ പകർന്നു കൊടുക്കുന്നവരെയും ടീച്ചർ എന്ന് വിളിക്കാലോ. ഞങ്ങൾക്ക് നിങ്ങളുടെ കഥയൊന്ന് കേൾക്കണം. IKCCയുടെ 50th ആനിവേഴ്സറി വരുവാണല്ലോ. അതിന് സൂപ്പർ ഹിറ്റ് പരിപാടികൾ മാത്രം മതി എന്നാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു തീരുമാനം. ടീച്ചറെ, നമ്മുടെ ആ സൂപ്പർ ഹിറ്റ് കഥകളുടെ കെട്ടിങ്ങെടുത്തോ. അത് ഹിറ്റിന്റെ അല്ലേ? ഇവർക്ക് സൂപ്പർ ഹിറ്റിന്റെ പാക്കേജ് വേണമെന്നല്ലേ പറഞ്ഞ ടീച്ചറെ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതങ്ങ് എടുക്കാം. കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ഇന്ന് തന്നെ പോസ്റ്റ് അടിക്കാലോ. സാറ് ക്വീൻസിന്നല്ലേ? നല്ല പരിചയമുള്ള പോലെ. അതെ, എനിക്കും. സാറിന്റെ നമ്പർ ഒന്ന്. ഞാനും ക്യൂൻസിന്നാ ടീച്ചറെ. മാറതിക്ക് 7822255555. വെൻമോ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടേ. ആട്ടെ, നിങ്ങളുടെ ഈ കഥ എത്ര നേരം ഉണ്ട്? അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ. അത് നാട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലടത്ത് 2 മിനിറ്റ് തന്നെ തീർക്കേണ്ടി വരും. ചിലടത്ത് 10 മണിക്കൂർ കഴിഞ്ഞാലും പോരാൻ പറ്റില്ല. തടഞ്ഞു വെക്കും. അല്ല, ഈ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയേ അല്ലേ? അതെ അതെ, ഈ ഫാൻസിന്റെ ഒരു കാര്യം അല്ലേ ടീച്ചറെ? എന്നാ പിന്നെ നിങ്ങൾ കഥയൊന്നും തുടങ്ങ്. ഞങ്ങൾക്ക് പോയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാ പിന്നെ ആരംഭിക്കാം അല്ലേ? ഇത് കഥാപ്രസംഗമല്ല. ഈ കലാരൂപത്തിന് വേറൊരു പേരുണ്ടല്ലോ, മാർഗംകളി. ഹ, തിരുവാതിര. ശേ, നിങ്ങൾ മിണ്ടാതെ. ഇതെല്ലാം അവരുടെ സെറ്റപ്പിന്റെ ഭാഗമാന്നേ. കഥാപ്രസംഗ ദേവതകളെ, ഈശോയെ, ഗുരുവായൂരപ്പാ, പ്രേക്ഷകരുടെ കൈകൊണ്ട് ഇല്ലാതായ ഖാദികരെ, നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളെ ഉടനെ എങ്ങും വിളിച്ചേക്കരുതേ. സഹൃദയരെ, കലാസ്നേഹികളെ, കലാബോധമില്ലാത്തവരെ, ഇത് സാധാരണയിൽ സാധാരണമായ ഒരു അസാധാരണ കഥയല്ല. വേദനത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നും വേരോടെ മന്തിപ്പറിച്ച കഥയല്ല. മാനത്തു നിന്നും എത്തിപ്പറിച്ച കഥയല്ല. കടലിൽ നിന്നും വീശിയെടുത്ത കഥയുമല്ല. പിന്നെയോ പല പല രാത്രി റീൽസ് നോക്കി പഠിച്ച കഥയാണേ. കട്ടൻ കാപ്പി കുടിച്ചു ഞങ്ങൾ അടിച്ച കഥയാണേ. പല പല രാത്രി പല പല രാത്രി പല പല രാത്രി റീൽസ് നോക്കി പഠിച്ച കഥയാണേ. കട്ടൻ കാപ്പി കുടിച്ചു ഞങ്ങൾ അടിച്ച കഥയാണേ. ഞങ്ങൾ ചുരണ്ട കഥയാണേ. ഞങ്ങളുടെ കഥ കേട്ടാരും ഞങ്ങളെ കല്ലെറിഞ്ഞിടരുതേ. കല്ലെറിഞ്ഞ് ഞങ്ങളുടെ മൊത്തം ലുക്ക് തകർക്കല്ലേ. പണിക്ക് പോവാൻ മടിയായിട്ട് എഴുതിയ കഥയാണേ. അമ്മായിയമ്മ അറിഞ്ഞ പിന്നെ പാളന കേസാണേ. പണി പാളന കേസാണേ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നൊട്ടുമാലകൾ, പൂച്ചെണ്ടുകൾ, ബൊക്കകൾ, ഹാരങ്ങൾ ഇതൊന്നുമായി ദയവ് ചെയ്ത് ആരും ഇങ്ങോട്ട് കടന്നു വരരുതേ എന്ന് ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതെല്ലാം ഒന്നുപോലും കളയാതെ താഴെ വെച്ചിരിക്കുന്ന ബോക്സിൽ കൃത്യമായി ഇടണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ അടിച്ചു മാറ്റി വലിച്ചു നീട്ടിയ കൊച്ചു കഥ നടക്കുന്നത് അങ്ങാകലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ മനോഹരമായ ഒരു ഗ്രാമമായ ഉഴവൂരിൽ. ഉഴവൂര് നടക്കുന്ന കഥയല്ലേ? ശ്രദ്ധിക്കുക, കഥയുടെ ഒഴുക്കിനിടയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ എല്ലാ അലവലാദികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഈ കഥ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായ ഉഴവൂരിൽ നിന്നും 8000 മൈൽ അകലെയുള്ള വടക്കേ അമേരിക്കയിലെ ശാന്തസുന്ദരമായ ഫ്ലോറൽ പാർക്കിലാണ്. ഇവിടെ നടക്കുന്ന കഥ പറയാൻ വേണ്ടി പ്ലെയിൻ ടിക്കറ്റും എടുത്ത് ഉഴവൂര് വരെ പോയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. നീ അവരുടെ ഫ്ലോ കളയാതെ. ഇനി ഫ്ലോറൽ പാർക്ക് എന്ന ശ്യാമസുന്ദര ശീതള ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിൽഡപ്പായി. ഇനി പറയാം. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ വട്ടുകളിക്കുന്ന ഇട്ടാവട്ടത്തുള്ള ഗ്രാമം. കോട്ടും സൂട്ടും ഇട്ട മുട്ടാളന്മാരെ തട്ടിയും മുട്ടിയും അല്ലാതെ വട്ടം വയ്ക്കാൻ പറ്റാത്ത ഗ്രാമം. വെയിലും മഞ്ഞും മഴയും മരുന്ന് പോലെ മാലിന്യങ്ങളും വീഴുന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു നിഷ്കളങ്കമായ ഗ്രാമം. ഈ ഗ്രാമത്തെക്കുറിച്ച് ഇനിയും പറയുകയാണെങ്കിൽ അല്ല, അതെ, ഗ്രാമത്തെ പറ്റി ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി അല്ലേ? അതെ, ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. പക്ഷെ ഇതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ ആ കഥയൊന്ന് മുമ്പോട്ട് കൊണ്ടുപോയിക്കേ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ളതാ. നിങ്ങളുടെ ഈ കഥയ്ക്ക് പേരൊന്നുമില്ലേ? ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് തബല തല്ലിപ്പൊട്ടിക്കുന്ന ഒരു സീനില്ലേ, അതെപ്പോഴാണ് വരുന്നത്? അറ്റൻഷൻ പ്ലീസ്. കഥയുടെ ഇടയ്ക്ക് കുശലം ചോദിക്കുന്ന കാപാലികർ ഖാദികരോട് കരുണ കാണിക്കണമെന്ന് ഈ കലാകാരികൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിലേക്കാണ് കഥാനായകൻ കുരുവിള എന്ന 60 വയസ്സുള്ള യുവാവ് വന്നു ചേരുന്നത്. ഈ കുരുവിള എന്ന് വെച്ചാൽ ആരാ? ബിൽഡപ്പായില്ല കേട്ടോ, ഇച്ചിരൂടെ അങ്ങ് പോട്ടെ. കുരുവിള എന്ന് വെച്ചാൽ കാരിരുമ്പിന്റെ കരുത്തുള്ള കുരുമുളകിനോട് മല്ലടിച്ച കറുകച്ചാലിലെ കർഷകനായ കുരുവിള. കൊച്ചുപെട്ടിയുമായി കൊച്ചിയിൽ നിന്നും കുവൈറ്റ് എയർലൈൻസ് വഴി ക്വീൻസിലെത്തിയ കുരുവിള. കവളിൽ കറുത്ത മറുകുള്ള കാർവണ്ണനായ കഥാനായകൻ കുരുവിള. വ്യത്യസ്തനാമൊരു കർഷകൻ കുരുവിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. പുളുവടിക്കുന്നോർക്ക് പുളവനം കൂരു, ടോൾ വെട്ടിക്കുന്നോർക്ക് തലവനം കൂരു. വെറുമൊരു കുരുവൽ ഇവനൊരു കേമൻ, കേമൻ കുരുവീരൻ ഇവനൊരു യോഗ്യൻ, പരമധീരൻ നമ്മുടെ കുരുവിള, കുരുവിള, കുരുവിള. ഇതോടുകൂടി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുക അല്ല, തുടങ്ങുകയാണ്. സഹൃദയരെ, കലാസ്നേഹികളെ, ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മോർ ബിൽഡപ്പ്. സഹൃദയരെ, ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരു മയത്തിലടിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ അത് തല്ലി പൊട്ടിച്ചിട്ട് ഒരു വിധത്തിലാണ് ഞാൻ ഒട്ടിച്ച് റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് ക്വീൻസിലെ കുരു. പരുന്നാണോ പറഞ്ഞേ? പരുവല്ലടാ, കുരു. ക്വീൻസിലെ കുരു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം മുളയ്ക്കും. ആരാണ് ഈ കുരു? എന്താണ് ഈ കുരു? മര്യാദയ്ക്ക് ഒരു മാമുദിസ പേരുള്ള നമ്മുടെ കഥാനായകൻ കുരുവിളയെ നാട്ടുകാർ സ്നേഹത്തോടെ ആക്ഷേപിച്ച് അട്ടഹസിച്ച് വിളിച്ച പേരായിരുന്നു കുരു. അത് കേട്ട് ആ മധ്യവയസ്കന്റെ പിഞ്ചു ഹൃദയം മഞ്ഞു പോലെ ഉരുകി. കുന്തമാല കയ്യിലിട്ട കുരുവിളയെ ഗ്യാസ് അടിക്കാൻ $5 പോലുമില്ലാത്ത നീ, അവലോസുണ്ട കൊണ്ടുവന്ന കുരുവിളയെ പൊട്ടടിക്കാൻ എന്ത് ചെയ്യും ജോലിയില്ലാത്ത നീ. അങ്ങനെ സമാധാനവും സന്തോഷവും സന്താപവും ഇല്ലാതെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന കുരുവിനെ തേടി കടലുകൾ താണ്ടി ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പറന്നെത്തി. ആ വാർത്തയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ പറ. ഓ വേണ്ട, അത് ടീച്ചർ തന്നെ അങ്ങ് പറഞ്ഞോ. ഓ, ബിൽഡപ്പ്. ഇത് ബിൽഡപ്പ് അല്ല. എന്താണ് ആ വാർത്ത എന്നുള്ളത് ഞങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ശരി. അപ്പൊ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർവെൽ പോലും എത്തിയില്ലല്ലോ. അത് വരും. പിക്ചർ അഭി ബാക്കി ഹൈ എന്നല്ലേ ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ടുള്ളത്? അതെ, ഇത്രയും അടിച്ചു മാറ്റാമെങ്കിൽ ബാക്കിയും കൂടെ കൊണ്ടുവരാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇത് ചുമ്മാ ഉടായ്പ പരിപാടി ആയിപ്പോയി കേട്ടോ. അതെ, ഞങ്ങൾ എന്ത് പ്രതീക്ഷയിലാണ് വന്നതെന്നറിയോ? സാർ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. വേറെ ഒരു പണിയും അറിയാൻ മേലാത്ത കലാകാരികളാണ് ഞങ്ങൾ. പ്രസിഡന്റ്, വാ നമുക്ക് പോവാം. വെറുതെ മെനക്കേട് മിച്ചം. ഈ സമയം കണ്ട് എന്തോ ഓവർട്രെയിൻ ചെയ്യായിരുന്നു. അപേക്ഷ വല്ലതോ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ മതി.
ഇതല്ല സാർ, ഇൻവോയ്സ് ആണ്. ബില്ല് ബില്ല്. $500. 20% ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നടക്കല. $500. അതിന് നിങ്ങൾ കഥ മര്യാദക്ക് പറയുകയെങ്കിലും ചെയ്തോ? ഞങ്ങൾക്ക് ചെലവില്ലേ സാറേ? ഈ ഹാർമോണിയം, തബല, ഇതിന്റെയൊക്കെ വാടക എത്രയാന്ന് വെച്ചാലാ? ടോള്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഞങ്ങളുടെ സാരി, മേക്കപ്പ്, വിലക്കയറ്റം എന്ന് വെച്ചാ എന്നാ? പിന്നെ നിങ്ങൾ പോയേ, വാ നമുക്ക് പോവാം. ഞങ്ങൾ കേസ് കൊടുക്കും, അല്ലേ ടീച്ചറെ? ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതെ അതെ, ഈ രാജ്യത്ത് കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. IKC എന്ന് വെച്ചാ നിങ്ങൾ എന്നാ വിചാരിച്ചേ? ഇത് ചുമ്മാ ഊച്ചാളി സംഘടനയൊന്നുമല്ല. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും സ്ട്രോങ് ആയ സംഘടനകളിൽ ഒന്നാണ്. ഭയം ഞങ്ങൾക്ക് തീരെയില്ല. അതെ, ഇങ്ങൊന്നേ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്ക് എന്തെങ്കിലും കൊടുത്തതെന്ന് ഒത്തുതീർപ്പാക്കാം. വല്ല മീറ്റു കേസും ഈ പെണ്ണുങ്ങൾ കൊടുത്ത ഒന്ന് ഓർത്തു നോക്കി. സ്വന്തം ഭാര്യ പോലും വിശ്വസിക്കില്ല. ഏതായാലും നമ്പർ കൊടുത്തത് നീ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കേസ് കൊടുത്താൽ നമ്മൾ കമ്മിറ്റിക്കാരെല്ലാം പെടില്ലേ? കെട്ടിക്കാരായ 2 ഗേൾസാ എനിക്കുള്ളത്. ഹാ, അങ്ങനെ നമ്മൾ പേടിക്കൊന്നും വേണ്ടെന്നേ. മീറ്റു എങ്കിൽ മീറ്റു, കമോൺട്രാ. ഓ, പീഡന കേസ് വന്നാൽ ആനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പുരുഷന്മാർ പെടും. ബെഞ്ചേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാക്ക്. ഭാര്യയ്ക്ക് വല്ല സംശയം തോന്നിയാ പിന്നെ തീർന്നു. ഓക്കെ, 50-50. അതിന് നമ്മൾ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കൊന്നും അല്ലല്ലോ ചെയ്ത്. കഷ്ടപ്പെട്ടത് ഞങ്ങളല്ലേ? ഓക്കെ, നിർബന്ധിച്ച 75-25, അല്ലേ ടീച്ചറെ? അയച്ചിട്ടുണ്ട്. എൻജോയ്. അപ്പൊ നമ്മൾ ഒത്തുതീർപ്പായ സ്ഥിതിക്ക് ഞങ്ങളുടെ പുതിയ കഥയായ മഞ്ഞന കൂടി ഒന്ന് കേട്ടിട്ട് പോണം സാർ. എന്തോന്നാ? ആകാശത്തിന്റെ നീല പോലെ ഞങ്ങളുടെ പച്ചയായ കഥ മഞ്ഞ ന. ഓ, മഞ്ഞ മക്ഡോണൾഡ്സ്. കുരുവിള ചിക്കൻ നഗറ്റ്സ് മേടിക്കാൻ മക്ഡോണൾഡ്സിൽ പോയ കഥയായിരിക്കും. ഈ സാറിന്റെ ഒരു കാര്യം, ട്വിസ്റ്റ് മുഴുവൻ കണ്ടുപിടിച്ചു. എന്റെ പൊന്നു പെങ്ങളുമാരെ, സ്വർണ്ണ ആണേലും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പരിപാടി നടത്തിക്കോളാം. എവരിബഡി എസ്കേപ്പ് എസ്കേപ്പ്. മഞ്ഞന വല്ല ശോഭന ഭാവന എന്നൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കേൾക്കായിരുന്നു.